വ്രതശുദ്ധിയുടെ പുണ്യവുമായി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാഅത്തിലും കൊല്ലം കണ്ണനല്ലൂർ ജുമാ മസ്ജിദിലും ഉൾപ്പെടെ ദേവാലയങ്ങളിൽ ഈദ് നമസ്കാരം നടന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. സ്നേഹത്തിന്റെ കൂടിച്ചേരലുകളുടെയും ആഘോഷം കൂടിയാണ് ചെറിയ പെരുന്നാൾ. നന്മകളാൽ സ്ഫുടം ചെയ്ത ആത്മീയ ഊർജവുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. ക്ഷമ, സഹനം, കാരുണ്യം തുടങ്ങിയ മൂല്യങ്ങളുടെ കൂടിച്ചേരൽ കൂടിയായ വ്രതാനുഷ്ഠാന ദിനങ്ങൾ പിന്നിട്ടാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിന്റെ ആഘോഷങ്ങളിലേക്ക് കടന്നത്. ഇല്ലാത്തവന്റെ വിശപ്പറിയുന്നത് മാത്രമല്ല, വാക്കിലും പ്രവൃത്തിയിലും തെറ്റുകൾ വരാതിരിക്കാനുള്ള ജാഗ്രത കൂടിയായിരുന്നു കഴിഞ്ഞുപോയ 29 ദിനരാത്രങ്ങൾ. സക്കാത്ത് നൽകി സമ്പത്ത് വിപുലീകരിച്ചു. ഇഫ്താർ സംഗമത്തിലൂടെ സൗഹൃദം ഊട്ടിയുറപ്പിച്ചു. കൈകളിൽ മൈലാഞ്ചി ചോപ്പണിഞ്ഞും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിച്ചും വിശ്വാസികൾ പെരുന്നാൾ ദിനം സമ്പന്നമാക്കി. കഴിഞ്ഞ ദിവസം വൈകിട്ട് ശവ്വാൽ അമ്പിളി മാനത്ത് തെളിഞ്ഞതോടെ വിശ്വാസികൾ ചെറിയ പെരുന്നാളിന് ഒരുക്കം ആരംഭിച്ചിരുന്നു. ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാഅത്തിൽ ചീഫ് ഇമാം സയ്യിദ് ഫളൽ ജിഫ്രി തങ്ങൾ നിസ്കാരത്തിന് നേതൃത്വം നൽകി. പുണ്യമാസത്തിൽ നേടിയെടുത്ത നന്മകളൊന്നും നിലച്ചു പോകരുതെന്നും നമ്മൾ ആർജിച്ച ആത്മീയ ഊർജം കരുത്താകണമെന്നും സമഭാവനയോടെ രാജ്യത്തിന്റെ മതേതര മൂല്യം ഊട്ടിയുറപ്പിച്ചും ഐക്യപ്പെടലിന്റെ സന്ദേശം ഉൾക്കൊണ്ടും പുണ്യനാളുകളെ യാത്രയാക്കാമെന്ന ചീഫ് ഇമാം സന്ദേശത്തിൽ പറഞ്ഞു. സംഘം എന്ന അർത്ഥമുള്ള ആഫില എന്ന അറബിയിൽ പ്രയോഗിക്കുന്നു. എന്നതുപോലെ അഊദ് എന്നതിൽ നിന്ന് ഈദ് എന്ന് ആശംസിക്കുമ്പോൾ ഇനിയും നമ്മിലേക്ക് ഈ സുന്ദര സുദിനം മടങ്ങി വരികയും അതിൽ പങ്കെടുക്കാനും ഇതുപോലെ സന്തോഷം നമുക്ക് വീണ്ടും വീണ്ടും പങ്കുകൊള്ളാനും അല്ലാഹു അവസരം തരട്ടെ എന്ന ഒരു ആശംസാ പ്രാർത്ഥനാവചനം കൂടിയാണ്. എല്ലാവർക്കും ഈദ് മുബാറക് ആശംസിക്കുകയാണ്. പെരുന്നാൾ എന്നത് നമുക്ക് അല്ലാഹു തആല ആഘോഷിക്കാൻ തന്നതാണെങ്കിലും യഥാർത്ഥത്തിൽ ഈ ചെറിയ പെരുന്നാൾ ആഘോഷം, സന്തോഷം, അതിൻ്റെ ആഹ്ലാദമെല്ലാം ആർക്കുള്ളതാണ്? ഒരു മാസം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിച്ച് അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് വ്രതാനുഷ്ഠാനം അടക്കമുള്ള ത്യാഗങ്ങൾ അനുഷ്ഠിച്ച് ഒരു മാസം അവൻ്റെ ശരീരത്തെ വളരെയധികം കണിശമായി പരിശീലിപ്പിച്ച് വിജയം കൈവരിച്ചവർക്ക് മാത്രമാണ് ഈ പെരുന്നാൾ ആഘോഷിക്കാൻ അവസരം ഉള്ളൂ. പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുറ്റിയിൽ ഷാനവാസ് ഈദ് സന്ദേശം നൽകി. എം ഷാജഹാൻ, KE ഷാജഹാൻ, സലീം വെള്ളാവിൽ, അബ്ദുൽ സത്താർ, ഷാജഹാൻ പുലയന്റെ, റഹീം മുനീർ മൻസിൽ എന്നിവർ പങ്കെടുത്തു. ഇപ്പോൾ നിൽക്കുന്ന നമ്മുടെ ചീഫ് ഇമാം തങ്ങൾ അവർ ഇന്ന് പെരുന്നാൾ നിസ്കാരവും അതിനുശേഷമുള്ള ജുമാ നിസ്കാരത്തോടുകൂടി ഇവിടെ നിന്ന് പോകുകയാണ് എന്നുള്ള വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ഒന്നുകൂടി ഔദ്യോഗികമായി അറിയിക്കുകയാണ്. തങ്ങളെ സംബന്ധിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കാലയളവ് കംപ്ലീറ്റ് വളരെ ആത്മാർത്ഥമായും മഹലിന്റെ നന്മയ്ക്ക് വേണ്ടിയും മഹലിൽ ഒരു ദീനീ ചൈതന്യം നിലനിർത്തുന്ന പ്രവർത്തനങ്ങളാണ് തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. വളരെ നല്ല ഉപദേശങ്ങൾ, ദീനീപരമായ ഉപദേശങ്ങൾ നമുക്ക് മഹലിനും കമ്മിറ്റിക്കും തന്ന തങ്ങൾക്ക് നമ്മുടെ ഈ പെരുന്നാൾ നമസ്കാരവും അതിനുശേഷമുള്ള കുത്തുബയും കഴിഞ്ഞ് തങ്ങൾ നമ്മുടെ മഹലിന് വേണ്ടി ഒരു ആദരവ് കൊടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.